ഇന്നും സംസ്ഥാനത്ത് നിരവധി പ്രതിഷേധങ്ങൾ ഈ തിരുവോണ ദിവസത്തിൽ നടക്കുന്നുണ്ട്. ഈ തിരുവോണ ദിവസം വയനാട് കളക്ടറേറ്റിന് മുന്നിൽ കഞ്ഞി വെച്ചാണ് കർഷകർ പ്രതിഷേധിക്കുന്നത്. പുഞ്ചകൃഷിക്ക് ശേഷം സർക്കാർ സംഭരിച്ച നെല്ലിന്റെ പണം ഇതുവരെ നൽകിയിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇവരുടെ സമരം. ഈ പുതുക്കിയ മാനദണ്ഡങ്ങൾ കർഷക വിരുദ്ധമാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ സമരക്കാർ. വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നെൽകർഷകരാണ് തിരുവോണ നാളിൽ കളക്ടറേറ്റിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുന്നത്. സർക്കാരിൻ്റെ നെല്ല് സംഭരണത്തിലെ പുതിയ മാനദണ്ഡങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ്. അതുപോലെ സംഭരിച്ച നെല്ലിൻ്റെ പണം കിട്ടാനുള്ള കാലതാമസം, ഇങ്ങനെ പല വിഷയങ്ങൾ ഉയർത്തിയാണ് ഇത്രയും നല്ലൊരു ദിവസമായിട്ട് നമുക്ക് അന്നം തരുന്ന നെൽകർഷകർ കളക്ടറേറ്റിന് മുന്നിൽ വന്ന് കഞ്ഞിവെക്കേണ്ട ഒരവസ്ഥയുണ്ടായിരിക്കുന്നത്. എന്താ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ? ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പുഞ്ച നെൽകൃഷി കഴിഞ്ഞ് 2 മാസത്തോളമായി ഇവിടുന്ന് നെല്ല് സംഭരിച്ച് പോയി. ഇതുവരെ കർഷകന് പൈസ കിട്ടിയിട്ടില്ല. ഈ ഓണം ഉണ്ണേണ്ട, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃഷി വകുപ്പുകാർക്കും എല്ലാം സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ ബോണസും അലവൻസും കൊടുക്കുമ്പോൾ കർഷകന് കൊടുത്ത നെല്ലിൻ്റെ പണം പോലും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർഷകൻ എങ്ങനെയാണ് ഓണം ഉണ്ണേണ്ടത്? അതുകൊണ്ടാണ് ഇത്തരമൊരു സമരം സംഘടിപ്പിക്കാൻ തയ്യാറായത്. ഈ മാനദണ്ഡവുമായി ബന്ധപ്പെട്ട് എന്താണ്? അതുപോലെ തന്നെ മാനദണ്ഡം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം വരെ 55 കിലോ പെർ ബാഗായിരുന്നു ഒരു ബാഗ് എന്ന് ഉദ്ദേശിച്ചിരുന്നത്. അതിപ്പോൾ 40 കിലോ ആക്കി പുതിയ മാനദണ്ഡത്തിലേക്ക് ചുരുക്കി. അപ്പോൾ കർഷകന് കൂലിച്ചെലവ്, അതായത് ലോഡിംഗ് കൂലിയിലൊക്കെ വ്യത്യാസം വരികയാണ്. അതുപോലെ തന്നെ സപ്ലൈകോ പറയുന്ന സ്ഥലത്ത് കർഷകൻ നെല്ലെത്തിച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം പുതുതായി ഈ പുതിയ സംവിധാനത്തിലൂടെ വരികയാണ്. അപ്പോൾ അവിടെ ക്വാളിറ്റി ചെക്കിങ്, നമ്മൾ നെല്ല് അവിടെ എത്തിയതിന് ശേഷമായിരിക്കും സപ്ലൈകോ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. ക്വാളിറ്റി ചെക്ക് ചെയ്ത് അത് മോശമാണെന്ന് പറഞ്ഞാൽ കർഷകന് ഉപേക്ഷിക്കണോ കൊണ്ടുവരണോ എന്ന് ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ കർഷകൻ അവർ പറയുന്ന കണ്ടീഷനിൽ നെല്ല് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഈ മാനദണ്ഡം, ഈ മോയ്സ്ചർ കട്ടിങ് 17%, അങ്ങനെ അതിൽ കുറേ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മില്ലുടമകൾ പറയുന്നത് എന്താണോ അതിനനുസരിച്ചിട്ട് നെല്ല് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അങ്ങനെ കർഷകന് എന്താ പറയുക, പ്രതിസന്ധിയിലൂടെ മാത്രമാണ് ഇപ്പോൾ കടന്നു വന്നത്. ഇപ്പോൾ സംഭരിച്ച നെല്ലിൻ്റെ പണം കർഷകർക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ കർഷകർക്ക് തിരിച്ചടിയാകുന്ന രീതിയിലുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.